ഗാസയിൽ നിന്ന് വരുന്ന പുതിയ വാർത്തകൾ നമ്മുടെ മുൻപിലുണ്ട്. സമാധാനം പുലരുമോ എന്ന വലിയ ചോദ്യം ചോദിക്കുകയാണ് ഇപ്പോഴും. ഏതായാലും ഇപ്പോൾ ആ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ബന്ദികളുടെ മോചനം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. മറ്റൊരു കാര്യം കൂടിയുണ്ട്, സമാധാനത്തിനുള്ള നൊബേൽ ഇന്ന് പ്രഖ്യാപിക്കുന്ന ദിവസം കൂടിയാണ്. ഈ ട്രംപ് കുറേ ദിവസമായി അല്ലെങ്കിൽ കുറേ നാളുകളായി തനിക്ക് നൊബേൽ സമ്മാനം തരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. യുദ്ധം നടത്തുന്നതും അവർ തന്നെ, യുദ്ധം അവസാനിപ്പിക്കുന്നതും അവർ തന്നെ. ഇനി അതിൻ്റെ പേരിലെങ്ങാനും ട്രംപിന് നൊബേൽ സമ്മാനം കൊടുക്കുമോ എന്ന ഒരു ആകാംക്ഷയും ബാക്കി നിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ആദിൽ എന്നോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. ആദ്യം ഗാസയിലെ കരാറിനെക്കുറിച്ച് വരാം. ഗാസയിലെ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ബന്ദികളുടെ മോചനം രണ്ട് ഭാഗത്തു നിന്നും തിങ്കളാഴ്ച ആരംഭിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്. മനു സൂചിപ്പിച്ച പോലെ തന്നെ ഗാസയിൽ ഖൈറോയിൽ നടന്നിട്ടുള്ള സമാധാന ചർച്ചകളുടെ ഭാഗമായിട്ട് ഉയർന്നു വന്ന വെടിനിർത്തൽ കരാറിന് ഔദ്യോഗികമായിട്ട് ഇസ്രായേൽ അംഗീകാരം നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ മന്ത്രിസഭയിൽ ചർച്ചയ്ക്ക് വെച്ച് അംഗീകാരം നേടിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിലവിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് ബന്ദികളുടെ മോചനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത്. ഈ ഹമാസ് തടങ്കലിലാക്കപ്പെട്ടിട്ടുള്ള ബന്ദികളെ മോചിപ്പിക്കുകയും അതിനു പകരം ഇസ്രായേലിൻ്റെ ജയിലുകളിൽ തടവിലാക്കപ്പെട്ടിട്ടുള്ള പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുകയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളാണ് തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് ഭാഗികമായിട്ടുള്ള ഇസ്രായേൽ സൈന്യത്തിൻ്റെ പിന്മാറ്റം, ഗാസയിൽ നിന്നുള്ള ഇസ്രായേൽ സൈന്യത്തിൻ്റെ പിന്മാറ്റം എന്ന് പറയുന്നത്. ഏകദേശം ഗാസ മുനമ്പിൻ്റെ 53% കൈയടക്കി വെച്ചിരിക്കുന്ന ഭാഗത്ത് നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറാനായിട്ടുള്ള സന്നദ്ധത കൂടി അറിയിച്ചിരിക്കുകയാണ് ഈ ചർച്ചയുടെ ഭാഗമായിട്ട്. ഒപ്പം ഈ മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ആദ്യഘട്ട ചർച്ചയുടെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും ചൊവ്വാഴ്ചയോടുകൂടെ ഈ ബന്ദി കൈമാറ്റം പൂർണ്ണമാകും എന്നുള്ള നിലയ്ക്കാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന അറിയിപ്പ്. എന്തു തന്നെയായാലും വലിയ പ്രതീക്ഷയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. സമാധാന ചർച്ചകൾ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. നമുക്കറിയാം, ട്രംപിൻ്റെ 20 ദിന കർമ്മപദ്ധതിയുടെ സമാധാന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ചർച്ചകൾ തുടങ്ങി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഈ പറയുന്ന 20 ദിന കർമ്മ പദ്ധതിയിൽ, 20 ദിന സമാധാന പദ്ധതിയിൽ വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഹമാസിനെ നിരായുധീകരിക്കുക, ഇസ്രായേൽ സൈന്യത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്മാറ്റം, അതുപോലെ തന്നെ ഹമാസിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്മാറ്റം, അന്താരാഷ്ട്ര തലത്തിലൊരു സേനയെ രൂപീകരിച്ച് ഈ പറയുന്ന ഗാസയുടെ അഡ്മിനിസ്ട്രേഷനെ ഏൽപ്പിക്കുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ ഈ പറയുന്ന ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും, അതിലെല്ലാം ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും, ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന അടിയന്തരമായിട്ടുള്ള 3 പ്രധാനപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങൾ, ബന്ദി കൈമാറ്റവും അതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇസ്രായേലിൻ്റെ പിന്മാറ്റവും സൈന്യത്തിൻ്റെ പിന്മാറ്റവും അതുപോലെ തന്നെ മാനുഷിക സഹായങ്ങൾ എത്തിക്കുക എന്ന് പറയുന്ന പ്രധാന 3 ആവശ്യങ്ങളും അംഗീകരിക്കപ്പെട്ടു ഇസ്രായേൽ മന്ത്രിസഭയിൽ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പക്ഷേ ഇസ്രായേലാണ് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല, അവരുടെ കൂട്ടാളി അമേരിക്കയെ വിശ്വസിക്കാൻ കഴിയില്ല. പല ഘട്ടങ്ങളിൽ ആ അനുഭവം ലോകത്തിന് മുൻപിലുള്ളതാണ്. ഏതായാലും ഇപ്പോൾ അതിൽ പറഞ്ഞത് പ്രതീക്ഷകളുടെ വാചകം തന്നെയാണ്. അതങ്ങനെ നിൽക്കട്ടെ, കണ്ടറിയാം നമുക്ക്. തിങ്കളാഴ്ച ബന്ദികളുടെ മോചനം ആരംഭിക്കുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കാം. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് സമാധാനത്തിന് നൊബേൽ പ്രഖ്യാപിക്കാൻ പോകുന്ന ദിവസമാണ്. ഇനി ട്രംപിനെങ്ങാനും നൊബേൽ കിട്ടുമോ? അദ്ദേഹം അതിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് വല്ലാതെ. യുദ്ധം ഉണ്ടാക്കുകയും ചെയ്തത് പുള്ളിയാണ്, യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കുന്നതും അദ്ദേഹം തന്നെയാണ്. ഈ സുഖപ്പെടുത്താൻ വേണ്ടി മുറിപ്പെടുത്തുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ നാട്ടിൽ പറയാറുണ്ടല്ലോ, അത്തരത്തിലൊരു ഇടപെടലാണ്. മനു സൂചിപ്പിച്ച പോലെ തന്നെ ഏകദേശം 7ഓളം യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചു എന്നുള്ള വീമ്പിളക്കിക്കൊണ്ട് തന്നെയാണ് ട്രംപ് ഈ പറയുന്ന സമാധാനത്തിനുള്ള നോബലിന് അർഹനാണ് എന്ന് ട്രംപ് അനുകൂലികളും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസ് ഉൾപ്പെടെ ഇതിനു വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ദ പീസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ക്യാമ്പയിനുകൾ വരെ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്ത് തന്നെയായാലും ഇന്ന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം പ്രഖ്യാപിക്കുമ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ട്രംപിനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് എന്നുള്ളതാണ്. അതിന് സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഇതിനകത്തുള്ള ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ട്. ഇപ്പോൾ മനു സൂചിപ്പിച്ച പോലെ തന്നെ യുദ്ധമുണ്ടാക്കുന്നതും ഈ പറയുന്ന അമേരിക്കയുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ തന്നെയാണ് എന്നുള്ളതും ഒരു വാസ്തവമായി നിലനിൽക്കുന്നുണ്ട്. അതിൽ ടെക്നിക്കലായിട്ടുള്ള പ്രശ്നം, ഈ പറയുന്ന 2025 ജനുവരി ആണ് ഇതിൻ്റെ ഒരു ഡെഡ് ലൈൻ വെച്ചിട്ടുള്ളത്. അതിന് മുൻപുള്ള ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് സമാധാന നോബൽ സമ്മാനിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ട്രംപിൻ്റെ ഇടപെടലുകൾ, സോക്കോൾഡ് ഇടപെടലുകൾ ആ രീതിയിൽ ഈ പറയുന്ന സമ്മാനത്തിന് പരിഗണിക്കപ്പെടാനായിട്ടുള്ള സാധ്യത കുറവാണ്. അപ്പോൾ സാങ്കേതികമായിട്ട് ഇങ്ങനൊരു പ്രശ്നം കൂടെ നിലനിൽക്കുന്നുണ്ട്.
എന്തു തന്നെയായാലും വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തു നിന്നും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ട്രംപ് അനുകൂലികളോടൊപ്പം തന്നെ വൈറ്റ് ഹൗസ് നേരിട്ട് തന്നെ ഈ സമാധാനത്തിലുള്ള നോബൽ ട്രംപിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ക്യാമ്പയിനുകൾ ത്വരിതപ്പെടുത്തുന്നുണ്ട് ഈ അവസാന ഘട്ടത്തിലും. അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകളുമായിട്ട് വൈറ്റ് ഹൗസ് തന്നെ നിലവിൽ മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടെയും സാധ്യത വളരെ വിരളമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ശരി, ഓക്കെ, താങ്ക് യു. അതിലാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും ട്രംപിനെ നൊബേൽ സമ്മാനം കിട്ടാൻ വേണ്ടി വൈറ്റ് ഹൗസ് നേരിട്ടും ട്രംപ് അനുകൂലികളും വല്ലാതെ പ്രഷർ ചെലുത്തുന്നുണ്ട്. അതിനെയൊക്കെ മറികടക്കാൻ സ്വീഡിഷ് അക്കാഡമിക്ക് കഴിയുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും ഇന്നാ പ്രഖ്യാപനം വരും. നോക്കാം ആർക്കാണ് സമാധാനത്തിനുള്ള നൊബേൽ ഈ വർഷം കിട്ടുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്.